നമസ്കാരം. ഇപ്പോൾ എന്നെ കാണാൻ ആൾക്കാർ വരുമ്പോൾ അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഒരു മണ്ണിര പോലും സന്തോഷത്തോടെയും സംതൃപ്തിയോടുകൂടി അതിൻ്റെ ജീവിതം ജീവിച്ച് തീർക്കുമ്പോൾ മനുഷ്യൻ മാത്രം, അധികാരമൊക്കെ ഉള്ള മനുഷ്യൻ മാത്രം ദിവസം കൂടുന്തോറും ദുരിതത്തിലാവുന്നതിൻ്റെ അതെന്താണ്? അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ എന്നെ എന്നെ കാണാൻ വരുന്നതിലും ഭൂരിഭാഗം പേർക്ക് ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞ് അവർ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് കഴിയുമ്പോൾ വേറെ പ്രശ്നങ്ങൾ. മനസ്സിലായില്ലേ? ഇതിൻ്റെ പ്രധാന കാര്യം ആഗ്രഹങ്ങളാണ്. മനുഷ്യൻ വിധിയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഒരു വിധി നടന്നു കഴിഞ്ഞാൽ അത് വിധി എൻ്റെ വിധിയാണ് എന്ന് അത് എൻ്റെ പൂർവ്വജന്മം കണ്ടെത്തി അത് വിധി ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ആഗ്രഹങ്ങളാണ്, ആഗ്രഹത്തിന്മേൽ ആഗ്രഹങ്ങൾ. അതുകൊണ്ടാണ് ഈ മണ്ണിര പോലും അല്ലെങ്കിൽ ഒരു പ്രാണി പോലും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയോടെ അതിൻ്റെ ജീവിതം ജീവിച്ചു തീർക്കുമ്പോൾ മനുഷ്യൻ ആഗ്രഹത്തിൻ്റെ മേൽ ആഗ്രഹങ്ങളായി ജീവിതം ദുരിതമാക്കുന്നത്. പലരും കാണാൻ വരുന്നത് നാളെയെങ്കിലും നല്ലതുണ്ടോ, നാളെയെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതമുണ്ടോ എന്ന് തിരിച്ചറിയാനാണ്. പക്ഷേ നമുക്ക് നോക്കുമ്പോൾ ചിലത് ചിലത് പറയണോ വേണ്ടോ ഞാൻ പല പ്രാവശ്യം ചിന്തിക്കും. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ആയിരിക്കും വരുന്നത് എന്നിൽ നിന്ന് എന്തെങ്കിലും നല്ലത് കേൾക്കാൻ വേണ്ടി, നാളെയെങ്കിലും ഒരു നല്ലൊരു കാലം ഉണ്ടാകുമെന്ന് കേൾക്കാൻ വേണ്ടി. പക്ഷേ ചിലതൊക്കെ ചില ബന്ധങ്ങളായാലും ചില വ്യക്തികൾ വരുമ്പോഴായാലും അവരുടെ ലക്ഷണം നമുക്ക് നോക്കുമ്പോൾ വളരെ ദുർബലമായിരിക്കും. കാര്യം കഴിഞ്ഞ ആഴ്ചയും ചിലർ വിളിച്ചിരുന്നു, അവർ വിദേശത്താണ്, അവർക്ക് ബലിയിടാൻ പറ്റില്ല, അത് വലിയ കുറ്റമാണോ, വലിയൊരു പ്രശ്നമാണോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് പണം ഉണ്ടായിരിക്കാം, അധികാരം ഉണ്ടായിരിക്കാം, ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയി ആഗ്രഹങ്ങൾ സാധിച്ചവരായിരിക്കാം, പക്ഷേ പിതൃക്കൾ ഇടഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് അടുത്ത തലമുറയിൽ ഉയർച്ച ഉണ്ടാവത്തില്ല. അത് ലക്ഷണശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്ന ഒന്നാണ്. പിതൃക്കൾ ഇടഞ്ഞു നിന്നാൽ അതിന് പരിഹാരം. അപ്പം ഈ ബലിയിടാറും എന്നെ വിളിച്ചിട്ട് വിദേശത്താണ്, ബലിയിടാൻ പറ്റുന്നില്ല. ഒരു ദിവസം നിങ്ങൾക്ക് അതിൻ്റെ പറ്റുന്ന രീതിയിൽ ബലിയിട്ട് ഒരു അർപ്പണ ബോധമാണ്. മനസ്സിലായി? നമ്മൾ പ്രശ്നം നോക്കുമ്പോൾ ചിലർക്ക് പിതൃക്കൾ ഇടഞ്ഞു നിൽക്കുന്നത് കാണാം. അവരുടെ സന്താന പരമ്പരയായാലും അവരുടെ കുടുംബമായാലും അതിൽ ഉയർച്ച കാണത്തില്ല. എന്തെങ്കിലും ഒരു ദുരിതം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. കാരണം പിതൃക്കൾ ഇടഞ്ഞു നിൽക്കാൻ പാടില്ല. ഓക്കെ. അപ്പോൾ എന്നെ വിളിക്കുന്നവരിലെല്ലാവരും അവരെ പ്രതീക്ഷിക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. അവർക്ക് സമാധാനം കിട്ടുന്ന വെച്ചാൽ നമ്മൾ ലക്ഷണശാസ്ത്രത്തിൽ കാണുന്നത് മാത്രമേ പറയാൻ പറ്റൂ. അത് ചിലത് കേൾക്കുമ്പോൾ ചിലർക്ക് വേദന ഉണ്ടാവും. 2016 അടുപ്പിച്ച്, ഇത് പറയാൻ കാര്യം 2016 അടുപ്പിച്ച് ഒരു പ്രണയ ജോഡികൾ, ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും എൻ്റെ അടുത്ത് പൊരുത്തം ഉണ്ടോ എന്ന് നോക്കാൻ വന്നു. പൊരുത്തമുണ്ട്. ഞാൻ പൊരുത്തമല്ല നോക്കണം, ഞാൻ അവരുടെ ലക്ഷണമാണ് നോക്കുന്നത്. അവരുടെ പൂർവ്വജന്മം എന്താണ്, പൂർവ്വജന്മത്തിൽ ഫലം എന്താണ്, അവർ ഈ ജന്മം കണ്ടുമുട്ടാനുള്ള കാരണം എന്താണ്. അപ്പം ഞാൻ ലക്ഷണശാസ്ത്രം നോക്കുമ്പോൾ ഈ സ്നേഹിക്കുന്നവർ ഒന്നിക്കുന്നത് കാണാൻ ഏറ്റവും ആഗ്രഹമുള്ളവരാണ് ഞാൻ. സ്നേഹിക്കുന്നവർ ഒന്നിക്കണം. അപ്പോൾ പക്ഷേ നമ്മൾ ഈ ലക്ഷണശാസ്ത്രം നോക്കുമ്പോൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഇവർ ശത്രുക്കളായിട്ട് മാറും. ഒരു കാലഘട്ടം അത് വ്യക്തമായി പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരു 7 കൊല്ലം കഴിയുമ്പോൾ ഇവർ ശത്രുക്കളായിട്ട് മാറും. ഒരു കാരണവശാലും നടത്താൻ പാടില്ല. ഇപ്പോൾ ആരുടെ വിധത്തിൽ ശത്രു, അത് അഗ്നിയെയും സർപ്പത്തിനെയും അവിടെ സൂചിപ്പിച്ചിരുന്നു 100%. പക്ഷേ ഈ ജ്യോതിഷം നമ്മൾ 10 പൊരുത്തം നോക്കുമ്പോൾ നല്ല പൊരുത്തമുണ്ട്, ചേർക്കുന്ന ഉത്തമമുണ്ട്. പക്ഷെ നമ്മൾ ലക്ഷണശാസ്ത്രം 100% അവരെ പൂർവ്വജന്മത്തിൻ്റെ ഫലമായിട്ട് ഒരു വിവാഹം കഴിഞ്ഞ് 7 കൊല്ലത്തിന് ശേഷം അവർ ശത്രുക്കളായിട്ട് മാറും. അപ്പം ഞാൻ ഇത് പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു രീതിയിലും. ഈ ജ്യോതിഷ ശാസ്ത്രമേ പറ്റിപ്പാണ്. ഇത് ഒരു രീതിയിലും നമ്മൾ വെറുതെ തമാശയ്ക്ക് നിങ്ങളെ ഇഷ്ടം ഈ യോജിച്ചാൽ ഇവർ തമ്മിൽ ഒരുമിച്ചാൽ 7 കൊല്ലത്തിന് ശേഷം ഇവർ പിരിയും, അത് ശത്രുക്കളായിട്ട് പിരിയും. അതാണ് ഇതിൻ്റെ വിധി കാണുന്നതെന്ന് പറയും. അപ്പോൾ അവർ ഒരു രീതിയിലും ഞാൻ പറഞ്ഞ വാദം അംഗീകരിക്കില്ല. അവരുടെ ഇഷ്ടം. അങ്ങനെ അവർ ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. 2016 ഈ സംഭവം. ഞാൻ അടുത്ത കാലത്ത് ആ ചെറുപ്പക്കാരനെ കാണാനിടയായി. ആ പെൺകുട്ടി ഇയാൾക്കെതിരെ കേസ് കൊടുത്തിക്കുക. മനസ്സിലായില്ലേ? അവർ ഉപദ്രവിക്കുക. നമുക്ക് ആ പെൺകുട്ടിക്ക് മാനസിക രോഗമാണ്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്ന സ്ത്രീയായിരുന്നു. അവരുടെ വീട്ടുകാരത് മറച്ചു വെച്ച് അവർ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചെങ്കിൽ ഇപ്പോൾ ആ പയ്യനെതിരെ ഈ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുകയാണ്. ശത്രുക്കളായിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് ഇയാളെ കാണുന്നതേ വെറുപ്പ്. മനസ്സിലായില്ലേ? അപ്പം ഇന്ന് ആ ചെറുപ്പക്കാരും അന്ന് ഞാൻ പറഞ്ഞത് കറക്റ്റായി. അന്ന് ആ പരിഹാരമൊന്നുമില്ല. ആ ബന്ധം വേണ്ടെന്ന് വയ്ക്കുക, അത് മാത്രമാണ് ഏക പരിഹാരം. അന്നേ അത് തീരുമാനിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവം. പക്ഷെ അന്ന് അവർ കണ്ടപ്പോൾ അവർ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു. മനസ്സിലായില്ലേ? ഒരാളില്ല എന്ന രീതിയിൽ ഇങ്ങോട്ട് ചോദിക്കും, നമ്മൾ ട്വിൻ ഫ്ലെയിം ആണോ, പൂർവ്വജന്മ ബന്ധമുണ്ടോ, ഇങ്ങോട്ട് വന്നപ്പോഴേ ചോദിക്കും. നമ്മളിപ്പോൾ നോക്കുമ്പോൾ പൂർവ്വജന്മ ബന്ധമുണ്ട്, പക്ഷേ ശത്രുഭാവത്തിലായിരുന്നു. അഗ്നിയും സർപ്പത്തിനെയും സൂചിപ്പിച്ച് 100% ശത്രുക്കളായി മാറും. മനസ്സിലായി? ഇപ്പോൾ പൊരുത്തം നോക്കുമ്പോൾ 10ൽ 7 കൂടുതൽ പൊരുത്തമൊക്കെ ഉണ്ട്. ഈ ജ്യോതിഷ പൊരുത്തം എന്ന് പറയുന്നത് ആകർഷണമുണ്ടോ, സന്താന ഭാഗ്യമുണ്ടോ, ദീർഘായുസ്സുണ്ട്, ഇത് മാത്രമേ അർത്ഥമുള്ളൂ. അത് ലക്ഷണമാണ്. അതെന്ന് വെച്ചാൽ ഒരു കണക്കാണ്, ഒരു ഉദ്ദേശമാണ്. സംഭവിക്കാതിരിക്കുക. പക്ഷെ നമ്മൾ ലക്ഷണപീഠത്തിൽ തെളിയുന്നത് തെറ്റാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ 100% അന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു. പക്ഷെ അന്ന് അവരുടെ സ്നേഹത്തിൻ്റെ ആഴം കൂടുതലായതുകൊണ്ട് അന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല.
ആഗ്രഹം അത്രമേലുണ്ടായിരുന്നു. അപ്പോൾ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ന് ആ ചെറുപ്പക്കാരൻ ജീവിതം നശിച്ച്. ഈ ചെറുപ്പക്കാരൻ പറയണ ആ പെൺകുട്ടിക്ക് ഭ്രാന്താണ്. ചില അമാവാസി ദിവസങ്ങൾ, പൗർണമി ദിവസങ്ങളിൽ അത് വയലൻ്റ് ആവുന്നതായിട്ട് കാണാം. ഭ്രാന്താണ്. ഭ്രാന്തിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾ ഒളിപ്പിച്ചു വെച്ച് ഭ്രാന്തിന് ചികിത്സിക്കുന്ന ആ കുട്ടിയാണെന്നുള്ള വിവരം ഒളിപ്പിച്ചു വെച്ചാണ് ഇയാളെ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. എന്നിരുന്നാലും ഈ പെൺകൊച്ച് ഈ പയ്യനെതിരെ കേസ് കൊടുത്തിരിക്കുക. എത്രയോ കൊല്ലത്തെ പ്രണയമായിരുന്നു, 100. അപ്പം ഞാൻ അന്ന് അയാൾ തന്നെ ഇപ്പം പറയുന്നുണ്ട്, അന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്, അയാളുടെ അഹങ്കാരം മൂലം അത് കേൾക്കാനിടയായില്ല. അത് അയാളുടെ വിധിയാണ്. അയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണം. അത് ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇയാൾക്ക് ഇന്നത് കെട്ടണം, ഒരു തടസ്സം വന്നേ പറ്റൂ, എന്നിട്ടേ അയാൾക്ക് വിവാഹയോഗമുള്ളൂ, സമാധാനമായിട്ടുള്ള വിവാഹം, അതങ്ങനെ പറ്റുള്ളൂ. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് ഉൾക്കൊള്ളാൻ ഒരു വിധിയുണ്ട്. ഒരാൾക്കൊരു വിധി, ഇന്നതെത്തിച്ചേരണം, ഇന്ന വ്യക്തിയായിട്ടൊന്ന് കണ്ടുമുട്ടണം, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയായിട്ട് ഒരു ബന്ധം വന്ന് പൊളിയണം, എന്നിട്ട് അയാൾക്ക് അതെന്ന് വെച്ചാൽ കർമ്മിക് എഫക്റ്റ്, പൂർവ്വജന്മത്തിലെ ചില കർമ്മ. നമുക്ക് ജീവിതത്തിൽ ദുഃഖം വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫ് പർപ്പസും സോൾ പർപ്പസും രണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ദുഃഖം വരുന്നത്. മനസ്സിലായില്ലേ? ലൈഫ് പർപ്പസ് ഒന്നായിരിക്കും, സോൾ പർപ്പസിന് വേറെ ഒന്നായിരിക്കും. ലൈഫ് പർപ്പസ് എപ്പോഴും സ്നേഹം, കുടുംബം, പണം, ജോലി, അധികാരം, ഇതൊക്കെ ലൈഫ് പർപ്പസ്, സന്തോഷം. ഇത് സോൾ പർപ്പസിന് പൂർവ്വജന്മത്തിലെ കർമ്മഫലം അത് സോൾവ് ചെയ്ത് എത്രയും പെട്ടെന്ന് എൻലൈറ്റഡ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ജന്മം എടുക്കുക. ഇപ്പം രണ്ടും, സോൾ പർപ്പസും ലൈഫ് പർപ്പസും ഒന്നാകുമ്പോൾ നമുക്ക് സന്തോഷവും അതിനനുസരിച്ച് നമുക്ക് ഉയരാനും പറ്റും. രണ്ടായിട്ടുമ്പോഴാണ് ജീവിതത്തിൽ ദുരിതം വരുന്നത്. അപ്പോൾ ഇയാളുടെ വിധിയാണ്. അപ്പം ഞാൻ പറഞ്ഞ അത് കുഴപ്പമില്ല. അതെന്ന് വെച്ചാൽ അത് ഇയാൾക്ക് ഇങ്ങനെ ഒരു ബന്ധം വരുന്നത്, ഇങ്ങനെ ഒന്ന് പൊളിയണമായിരുന്നു. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തെ ശപിച്ചതുകൊണ്ടോ, ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു? ചിലവരുണ്ട് ജീവിതത്തെ ശപിച്ചുകൊണ്ട് നടക്കുന്നവർ. അയ്യോ, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെയല്ല, അവരുടെ വിധിയാണ്. ഒരു ബന്ധനം ചിലപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വരാം, അതിനുശേഷം അവർക്ക് നല്ല ജീവിതമായിരിക്കാം. മനസ്സിലായില്ലേ? ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് നമുക്ക് ജ്യോതിഷത്തിലൊക്കെ പ്രതിവിധികളൊക്കെ കൊണ്ട് ചിലർ വിശ്വസിക്കും, ചിലതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഒരു 100% പ്രശ്നത്തിൽ നമുക്ക് 90% ആക്കി 10% മാറ്റാൻ പറ്റും. പക്ഷെ എല്ലാത്തിനും പരിഹാരങ്ങളില്ല. ചിലതൊക്കെ വിധിയാണ്. ആ വിധി ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷം വരും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മനുഷ്യർ മാത്രം എപ്പോഴും ദുരിതത്തിലാവണം. അവർ വിധിയെ ഉൾക്കൊള്ളില്ല. മനസ്സിലായില്ല? അവർ എപ്പോഴും ജീവിക്കുന്നത് ഒരു സാങ്കല്പ ലോകത്തിലാണ്. എനിക്ക് ഉയർച്ച ഉണ്ടാവണം, എനിക്ക് മാത്രം നന്മ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വരാൻ സംഭവിച്ചത് ഒരു വിധിയാണ് എന്നത് ഉൾക്കൊണ്ട് പോയാൽ ജീവിതം സന്തോഷപൂർണ്ണമാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ, ഒരു മണ്ണിര പോലും അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാണി പോലും ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ച് തീർക്കുമ്പോൾ മനുഷ്യൻ മാത്രം ദുരിതത്തിലായി പോകുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. ചിലതൊക്കെ നമുക്ക് പ്രശ്നത്തിൽ തെളിയും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധങ്ങൾ വരും, പ്രശ്നം ഇന്ന ചെയ്താൽ സന്തോഷത്തോടെ ജീവിക്കും, നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. ചിലതിനൊക്കെ അത് പരിഹാരം ഇല്ല, അത് കാണുമ്പോഴേ അറിയാം. അത് ചേർക്കല്ല് എന്ന് പറയും. മനസ്സിലായില്ലേ? ചേർത്താൽ ദുരിതമാണ്. അത് പരിഹാരം ഉണ്ടെങ്കിൽ പരിഹാരം പറഞ്ഞു കൊടുക്കും, പരിഹാരം ഇല്ലാത്തത് ചേർക്കരുത് എന്ന് തന്നെ പറയും. അപ്പോൾ എൻ്റെ അടുത്ത് എത്രയോ ജ്യോത്സ്യന്മാരെ കണ്ട് അവരെല്ലാം ഉത്തമമെന്ന് പറഞ്ഞു, വേറൊരു പ്രശ്നമില്ല. ജ്യോത്സ്യന്മാരങ്ങനെ പലതും പറയും. പക്ഷെ പ്രശ്നം നോക്കുമ്പോഴേ അത് ആരുടെ വീടുണ്ട് അവിടെ ശത്രുവായിട്ട് നിന്നാൽ 10ൽ 10 പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാലും ഒരു കാലത്ത് അവർ എതിര് നിൽക്കും. അതുകൊണ്ടാണ് പൊരുത്തം നോക്കാൻ എപ്പോഴും പറയും. പൊരുത്തം നോക്കാൻ പോകുമ്പോൾ ഉപാസനയുള്ള ഒരാൾക്ക് വിവാഹ പ്രശ്നങ്ങൾ നോക്കിയിട്ട് വേണം പൊരുത്തം നോക്കാൻ. 10ൽ 10 പൊരുത്തം. ഇപ്പോൾ 10 പൊരുത്തം നോക്കുന്നതനുസരിച്ച് സന്താന ഭാഗ്യം ഉണ്ടോയെന്ന് അറിയാൻ പറ്റും, ആയുസ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും, ആകർഷണം ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും. മനസ്സിലായില്ലേ? അല്ലാതെ വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും കൂടുതൽ അതിനെക്കുറിച്ച് നമുക്ക് പ്രശ്നം എടുത്ത് നോക്കിയാലേ അവരുടെ പൂർവ്വജന്മത്തിൽ എന്തായിരുന്നു, ഇനി വരാൻ പോകുന്ന അവരുടെ സന്താനങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചിലതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ചിലത് ഏറ്റവും നല്ലതായിരിക്കും. ചില പ്രണയബന്ധങ്ങൾ ഏറ്റവും നല്ലതായിരിക്കും. ഒരു ജനനം എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി തന്നെയായിരിക്കും. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ വ്യക്തികൾക്ക് ഓരോ വിധിയുണ്ട്. ആ വിധിയെ ഉൾക്കൊണ്ട് പോയാൽ ജീവിതം സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞത് തന്നെയായിരിക്കും. ആ വിധിയെ എതിർത്ത് ഇപ്പം ഈ സ്വന്തം ജീവിതത്തെ ശപിച്ചുകൊണ്ട്, അതായത് അയ്യോ നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് ചില ജീവിതം എപ്പോഴും ദുരിതം, ബാലി കയറാൻ മല പോലെ അങ്ങനെ നിൽക്കും. ഇപ്പോൾ ജീവിതത്തെ ഉൾക്കൊണ്ട് ചില പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഉപാസനമൂർത്തി, ചിലവർക്ക് ചില ഉപാസനകളുണ്ട്. പൂർവ്വജന്മം നോക്കുമ്പോൾ ഇന്ന വ്യക്തി ഇന്ന ഉപാസനയിലൂടെ മുന്നോട്ട് പോയാൽ അവർക്ക് ഉയർച്ച ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പോയാൽ ജീവിതം സന്തോഷം, എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.